പ്രിയപ്പെട്ട എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും വാത്സല്യനിധികളായ കുഞ്ഞുങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാമിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കാരണം നിങ്ങളെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടെ വളരെ ഭംഗിയായും കൃത്യമായും നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം നടക്കുന്നു. ഈ മാസം 30-ാം തീയതി മിഡ് ടേം എക്സാമിനേഷൻ നടക്കുന്നതുള്ളൊരു വലിയ കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പങ്ക് വഹിക്കാനുണ്ടല്ലോ, അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം. നമ്മുടെ ഈ പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയും സഭയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് മറക്കാതിരിക്കുക. ഈ ആഴ്ചയിൽ ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഇവല്യൂഷൻ തിയറിയൊക്കെ പഠിക്കുന്നവരാണ് സ്കൂളിൽ. അപ്പോൾ പറയും ഇങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് എയ്പ്പിലെത്തി പിന്നെ മനുഷ്യരെത്തി എന്നൊക്കെ പറയും. അതൊരു തിയറിയാണ്, പല തിയറികൾ, ഇവല്യൂഷൻ്റെ തന്നെ പല തിയറികളുണ്ട്. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സുകാർ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. Human being is the unique creation of God. അതുപോലെ ആരുമില്ല, ഒരു എയ്പ്പിനും ഇല്ല. അതിനെ പറയാൻ കാരണം the Bible expressly tells us that we are created in the image and likeness of God. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതുപോലെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ജീവിക്കും മനുഷ്യൻ്റെ ഇവല്യൂഷൻ തിയറി പറയുന്നത് തൊട്ട് താഴെങ്കിലും എയ്പ്പിനൊന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത്, ബൈബിൾ വിശ്വസിക്കുന്നവർ, ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ ഒരു യുണീക്കായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അതിന് ദൈവരൂപവും സാദൃശ്യവും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അക്കാരണത്താൽ നമുക്ക് ദൈവത്തെ പോലെ തന്നെ സ്നേഹിക്കാനും കരുതാനും ക്ഷമിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നു. ഇപ്പം നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ്. പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കുന്നിടത്തോളം വേറെ ഒരു ജീവിക്കും കഴിയുന്നില്ല. ചിന്താശക്തി തന്നിട്ടുണ്ട്, പരസ്പരം കരുതാനുള്ള കഴിവുണ്ട്, സ്നേഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കും. ഇതെല്ലാം നടക്കുന്നത് ഈശ്വരൻ്റെ സൃഷ്ടിയുടെ മഹാത്മ്യമാണ്. തൻ്റെ സ്വന്തം ഛായയിൽ നമ്മെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണല്ലോ. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക് കഴിവുണ്ട്, ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിവുണ്ട്, അത് റിക്കളക്ട് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രധാനമായി പഠിക്കാനുള്ള കഴിവ്, വളർന്നു വരാനുള്ള കഴിവ്, ജീവിക്കാനുള്ള കഴിവ്, പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാം സാധിക്കുന്നത് ദൈവരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ സങ്കീർത്തനം പറയുന്നു, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയിരിക്കുന്നുവെന്ന്. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഉയർന്ന ക്ലാസ്സുകളിൽ അലക്സാൻഡ്രിയയിലെ സെയിൻറ്റ് അത്തനേഷ്യസ് താനാസ്യോസ് പിതാവ് പറഞ്ഞു, God became man that man may become God. ദൈവതുല്യരാകാൻ വേണ്ടി ദൈവം മനുഷ്യനായി വന്നു. യേശു ക്രിസ്തുവിൽ ദൈവം മനുഷ്യനായി വന്നു. അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ വളർന്നു വരാനുള്ള സാധ്യത ദൈവം തന്നിട്ടുണ്ട്. ഒത്തിരി പോസിബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രധാന പോസിബിലിറ്റിയാണ് പഠിക്കാനും അറിയാനും അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും വളരാനുമുള്ള നൈപുണി. ഈ സ്കിൽ എന്നാണ് നൈപുണി എന്ന് പറയുന്നത്. ഈ സ്കില്ലെല്ലാം ദൈവം തന്നതാണ്. അത് നമുക്ക് പഠനത്തിൽ ഉപയോഗിക്കണം, അന്വേഷണത്തിൽ ഉപയോഗിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അന്വേഷിക്കണമെന്ന് തന്നെ യേശുക്രിസ്തു പറഞ്ഞല്ലോ. നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കപ്പെടും, ചോദിച്ചാൽ കിട്ടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് പല അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. എങ്കിലും അന്വേഷിക്കുക എന്നത് റീസർച്ച് മൈൻഡ് ദൈവം തന്നതാണ്. അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അനലൈസ് ചെയ്ത് പഠിക്കുക, ദൈവം തന്നിരിക്കുന്നതായ വിവേചനാബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ പഠിക്കുക. ഇതിനുള്ള വലിയ കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കഴിവ് നമ്മൾ ഉപയോഗിക്കണം, അധ്യാപകർ ഉപയോഗിക്കണം, വിദ്യാർത്ഥികൾ ഉപയോഗിക്കണം. അങ്ങനെ സെക്യുലർ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാറാനായ സ്കൂൾ എന്ന് പറയാവുന്ന ചർച്ച് എഡ്യൂക്കേഷൻ്റെ ഭാഗമായ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത് ഇതേ ആത്മാവിലായിരിക്കട്ടെ. ദൈവം തന്ന അന്വേഷണ ബുദ്ധിയും
പഠിക്കാനുള്ള ശക്തിയും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ശക്തിയും വിശകലനം ചെയ്ത് പഠിക്കാൻ, അതായത് അനലൈറ്റിക്കലായിട്ട് ചിന്തിക്കാനും പഠിക്കാനുള്ള കഴിവ് പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായിട്ട് തീരട്ടെ. സൺഡേ സ്കൂൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ 30-ാം തീയതി നടക്കുന്ന മിഡ് ടൈം എക്സാമിനേഷൻ വളരെ ഭംഗിയായി നിങ്ങൾ പങ്കെടുക്കണം. അത് ജയവും തോൽവിയല്ല വിഷയം, നമ്മളതിൽ നന്നായി പങ്കെടുക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ പാർട്ടിസിപ്പേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിലാരും വീഴ്ച വരുത്തരുത്. എല്ലാ കുഞ്ഞുങ്ങളും, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളും മിഡ് ടൈം എക്സാമിനേഷനിൽ പങ്കെടുക്കണം. ദൈവാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. പഠിക്കാനും വളരാനും വലുതാകാനും ദൈവം നിങ്ങളെ എന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവാനുഗ്രഹം ചോദിക്കാം. ചോദിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ദൈവം തരും. ഒരുവന് ജ്ഞാനം പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കട്ടെ എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഒരാളിന് ജ്ഞാനം കുറവെന്ന് തോന്നിയാൽ അവൻ എല്ലാം നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് വാഴ്ത്തി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു. ദൈവം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന ദൈവമാണ്. രാഷ്ട്രീയവും മതപരവും ആനുകാലികവും മനഃശാസ്ത്രപരവും തൊഴിൽപരവും എല്ലാ സ്വാതന്ത്ര്യവും തരുന്നത് ദൈവമാണ്. മനുഷ്യൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ എല്ലാം സ്വതന്ത്രരാക്കട്ടെ. സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. കാരണം യേശുക്രിസ്തു പറഞ്ഞതും പൗലോസ്ലീഹ എഴുതിയതാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. സത്യത്തെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Grant me, Lord, in thy mercy, spotless heart all untamed, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy, by thy grace sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy will, and abide in a clean heart. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നെഞ്ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. എന്നെ കേൾക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൊച്ചു കൂട്ടുകാരെ, എൻ്റെ പേര് ടിജു തോമസ്. കോവിഡ് കാരണം നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് ഒത്തിരി കാലമായി അല്ലേ? ഈ മഹാമാരിയുടെ സമയത്തും ദൈവത്തെ അറിയുവാനും അവൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മുടെ സൺഡേ സ്കൂളുകളിലെ കൊച്ചു കൂട്ടുകാർക്ക് സാധിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലേ? നമ്മുടെ പ്രിയങ്കരനായ ഐറിനിയസ് തിരുമേനിയുടെ ബുദ്ധിയിൽ ദൈവം ഇത് തോന്നിപ്പിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം വളരെ സിമ്പിളാണ്, എന്നാൽ ഏറ്റവും അടിസ്ഥാനപരവുമാണ്.
ബൈബിളിലെ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ നിങ്ങളിൽ ആരാ കേട്ടിട്ടില്ലാത്തത്? മല്ലനായ ഗോലിയാത്തിനെ തന്റെ കവിണയിലെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ഇടയബാലനായ ദാവീദിന്റെ കഥ ഇല്ലേ? എന്തുകൊണ്ടാണ് വെറും ഒരു ബാലനായ ദാവീദിന് ഇത്രയും ഭീമനായ 3 മീറ്ററോളം പൊക്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്? ആ മല്ലനായ ഗോലിയാത്തിനെ വെറും ഒരു കല്ലുകൊണ്ട് കൊല്ലാൻ സാധിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതവിടെ നിൽക്കട്ടെ. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാരായിരുന്നു? ശരി, ശൗൽ. പിന്നെ എന്തിനാണ് ശൗലിന്റെ കാലത്ത് തന്നെ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത്? 1 ശമൂവേൽ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ശൗൽ രാജാവ് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോഴാണ് ആ സ്ഥാനത്ത് മറ്റൊരാളെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം ശമൂവേലിനോട് കൽപ്പിച്ചത്. ഇസ്രായേലിന്റെ രാജാവായ ആളിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശൗലിന്റെ സ്ഥാനത്ത് രാജാവാകുവാൻ ബേത്ലഹേമിലെ ഇശായിയുടെ മക്കളിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കുറച്ച് ഒലിവെണ്ണയും കൊണ്ട് അങ്ങോട്ട് പോയി അയാളെ രാജാവായി അഭിഷേകം ചെയ്യുക എന്നാണ് യഹോവയായ ദൈവം ശമൂവേലിനോട് കൽപ്പിക്കുന്നത്. ശമൂവേൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു യാഗത്തിനാണെന്ന വ്യാജേന ബേത്ലഹേമിൽ പോവുകയും അവിടെ വെച്ച് ഇശായിയുടെ മക്കളെ വരുത്തുകയും അല്പം ഒലിവെണ്ണയെടുത്ത് ദാവീദിന്റെ തലയിൽ ഒഴിച്ച് അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവനോടുകൂടെ വസിക്കുകയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവനോടുകൂടെ വസിക്കുകയും ചെയ്തു എന്ന്. പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനുശേഷമാണ് ബാലനായ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നതും അനേകം യുദ്ധങ്ങൾ ഇസ്രായേലിന് വേണ്ടി ജയിക്കുന്നതും നേതാവും രാജാവും ഒക്കെയായി വളരുന്നതുമെന്ന്. ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ദൈവം കൂടെ ഉള്ളപ്പോൾ ആരെ ഭയപ്പെടണം? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇത് തികച്ചും സത്യമാണ്. നാം ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ ദൈവത്തിൻ്റെ അനന്തകൃപ നമ്മളിൽ വസിക്കുകയും നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മെ നന്മയുടെ പാതകളിൽ നടത്തുകയും ചെയ്യും. നല്ല ഒരു കുശവന്റെ കയ്യിൽ മാത്രമല്ലേ കളിമണ്ണ് രൂപാന്തരം പ്രാപിച്ച് മനുഷ്യർക്കുതകുന്ന നല്ല കളിമൺ പാത്രങ്ങളായി തീരുകയുള്ളൂ, അല്ലേ? മല പോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും നമുക്ക് സങ്കടവും വിഷമവും നിരാശയും ഒക്കെ തോന്നുമ്പോഴും എന്തിന് ഇല്ല, ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഓർക്കുക, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നിലുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, അവൻ എന്നെ കൈവിടുകയില്ല എന്ന്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആധാരം, അല്ലേ? നാം എത്ര വലിയവരാണെന്ന് അഹങ്കരിച്ചാലും, എത്ര ബുദ്ധിമാനാണെന്ന് അഹങ്കരിച്ചാലും, എത്ര ബിസിനസ് ഉണ്ട്, പണമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട് എന്നെല്ലാം അഹങ്കരിച്ചാലും ദൈവം കൂടെ ഇല്ല എങ്കിൽ അതെല്ലാം വ്യർത്ഥം, അല്ലേ? നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ പൂജ്യം കണ്ടിട്ടില്ലേ? 0. അതിനെന്ത് വിലയുണ്ട്? ഒന്നുമില്ല. ഒരു 0 കൂടി ഇട്ടാലോ? എന്നാലും വിലയൊന്നുമില്ല. അങ്ങനെ പൂജ്യങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. 3 ഇട്ടു, 4 ഇട്ടു, 5 ഇട്ടു. 5 പൂജ്യം ഇട്ടാലും വിലയൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. അങ്ങനെ എത്ര പൂജ്യം ഇട്ടാലും അതിന് വിലയില്ല. എന്നാൽ ആ 5 പൂജ്യങ്ങൾക്ക് മുമ്പ് ഒരു 1 എഴുതിയാലോ? അതിൻ്റെ വില 0 നിന്ന് 1,00,000 ഉയരുന്നു, അല്ലേ? 1,00,000. എത്രയും പൂജ്യങ്ങൾ കൂടുന്നോ അത്രയും വലിയ സംഖ്യയായി മാറുന്നു. ആ 1 പൂജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴാണോ പിന്നിൽ നിൽക്കുമ്പോഴാണോ അതിന് വലിയ വില? മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലേ? ആ 1 നമ്മുടെ ദൈവം. ദൈവം കൂടെ ഉണ്ടെങ്കിലേ
നമ്മുടെ പൂജ്യങ്ങൾക്കെല്ലാം വിലയുണ്ടാവുകയുള്ളൂ. അതായത് നമ്മുടെ പൂജ്യങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ ദൈവം നമ്മെ മുന്നിൽ നിന്ന് നയിക്കണം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനും ബുദ്ധിമാനും നീതിമാനുമായ ശലോമോൻ പറയുന്നത് എത്രയോ അർത്ഥവത്താണ്. സിംഹക്കൂട്ടിലിറച്ച ദാനിയേലിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്ത ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളും. പ്രാർത്ഥിക്കുക. അതിലൂടെയാണ് നാം എല്ലാം ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് നല്ലതേ വരൂ എന്നും വരുന്നതെല്ലാം ദൈവം അറിഞ്ഞ് നല്ലതിനാണെന്നും ഉറപ്പിക്കുക. കൊച്ചു കൂട്ടുകാരെ, അവൻ നമ്മെ ഓരോ നിമിഷവും കാണുന്നുണ്ട്. നമ്മുടെ തലയിലെ ഒരു തലമുടി പൊഴിഞ്ഞു വീഴുന്നത് പോലും അവൻ അറിയുന്നുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു വലിയ ആത്മവിശ്വാസം നമ്മളിൽ നിറയും. ആ നിറവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ നന്മ മാത്രമായിരിക്കും ഫലം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്കും കൂടി കാണിച്ചു കൊടുക്കുവാൻ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് 30 നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ആണ്. ആരെങ്കിലും പഠിച്ചു തുടങ്ങിയോ? കുറച്ചു പേരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും എടുക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമുക്ക് കുറച്ച് ഓർമ്മയുണ്ടാകുമല്ലോ. എക്സാമിന് നിങ്ങൾക്കറിയാം, പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ടീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതില് ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനുണ്ടാകും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതാനുണ്ടാവും, പിന്നെ പേരെഴുതുക, ഒറ്റ വാക്കിൽ എഴുതാനുള്ളത് ഉണ്ടാവും. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം? ഓരോ വരികളിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ വരിയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, ആൻസേഴ്സ് കണ്ടുപിടിക്കാം. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് നന്നായി വായിച്ചിരിക്കണം.
നന്നായി ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ പേരുകളാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് യൂണിറ്റിലെ 6 ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരുകൾ പഠിക്കാനുണ്ട്. അബ്രഹാം മുതൽ ഇസഹാക്ക്, യാക്കോബ്, പിന്നെ യൗസേപ്പ്, അങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ വരുന്ന പേരുകളെല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം. അതുപോലെ മനപ്പാഠ വാക്യങ്ങൾ പഠിക്കണം. മനപ്പാഠ വാക്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെയുള്ളത് നമുക്ക് 2 പ്രാർത്ഥന, 2 ഗീതങ്ങൾ അത് പഠിക്കാനുണ്ട്. അതങ്ങനെ തന്നെ പഠിക്കണം. അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പ്രാർത്ഥനയൊക്കെ എടുത്തപ്പോ മുതൽ പറയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും വീടുകളിൽ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായി കിട്ടും. അതുപോലെ ഗീതങ്ങളും 2 ഗീതങ്ങൾ വളരെ ചെറിയതല്ലായിരുന്നോ? ആ ഗീതങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് പഠിക്കാം. ടീച്ചർ പറഞ്ഞു തന്നല്ലോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. ആകെ 14 ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. അതില് യൂണിറ്റ് 1 നിന്ന് 6 ചാപ്റ്റേഴ്സ്, 1 6 ചാപ്റ്റേഴ്സ്. പിന്നെ നമുക്ക് വരുന്നത് 11 12, പിന്നെ 14 15 16 18 19 20, അങ്ങനെ 14 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കിന്ന് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നോക്കാം. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ എന്തായിരുന്നു? അബ്രഹാം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അബ്രഹാം ഒരു വംശത്തിന്റെ ആരംഭം എന്നതായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ മനപ്പാഠവാക്യം ഓർമ്മയുണ്ടോ? അറിയാമോ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അല്ലെ? ഇനി എന്താണ് അബ്രഹാമിനെ പറ്റി നമുക്ക് പറയാനുള്ളത്? അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോഴാണ് അവന്റെ വാഗ്ദത്ത പുത്രനായ ആര് ജനിച്ചത്? ഇസഹാക്ക്. അല്ലെ? ഇസഹാക്കിന്റെ ജനനം അബ്രഹാമിന് 99 വയസ്സായപ്പോഴായിരുന്നു. ഇനി അബ്രഹാമിന്റെ വാഗ്ദത്ത പുത്രൻ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇസഹാക്ക്. ഓക്കെ. ദെൻ അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് ആരാണ്? സാറ. പിന്നെ അബ്രഹാമിന് ദൈവം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അബ്രഹാമിനോട് നിബന്ധനകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെയാ പോകുന്നത്? അബ്രഹാമിന് ദൈവദൂതന്മാര് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അതെവിടെയായിരുന്നു? മമ്രയുടെ തോപ്പിൽ. പിന്നെ എവിടെയാ? പിന്നെ അബ്രഹാം തന്റെ ഏകജാതനായ മകൻ ആരായിരുന്നു? ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോയ മല. ദെൻ വീണ്ടും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ആരാണ് പഠിക്കാനുള്ളത്? ഇസഹാക്കിന്റെ ജനനം. അബ്രഹാമിനും സാറയ്ക്കും കൂടി ജനിച്ച മകൻ ഇസഹാക്ക്. ഇസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം സെക്കൻഡ് ചാപ്റ്ററിലാണ്. സാറയുടെ മരണം. സാറ മരിച്ചത് എവിടെ വെച്ചാണ്? ഹെബ്രോൻ. അടക്കം ചെയ്തത് മക്പേല ഗുഹ. അബ്രഹാമിന്റെ വിശ്വസ്ത ദാസൻ ആരായിരുന്നു? ഏലിയാസർ. അല്ലെ? ഇസഹാക്കിന്റെ ഭാര്യയുടെ പേര് റെബേക്ക. ഇസഹാക്കിന്റെ മക്കളായിരുന്നത് ഏശാവും യാക്കോബും. മൂത്താളാരായിരുന്നു? ഏശാവ്. ഇളയാള് യാക്കോബ്. ഇസ്ഹാക്ക് കൂടുതൽ സ്നേഹിച്ച മകനാരാണ്? ഏശാവാണ്. അല്ലെ? പക്ഷെ ജ്യേഷ്ഠാവകാശം ആർക്ക് ലഭിച്ചത്? യാക്കോബിനാണ് ലഭിച്ചത്. അല്ലെ?
ഇസഹാക്ക് കൂടുതൽ സ്നേഹിച്ച മകൻ ഏശാവും റിബേക്ക കൂടുതൽ സ്നേഹിച്ച മകൻ യാക്കോബുമായിരുന്നു അല്ലെ. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് കണ്ടത്? യാക്കോബും 12 ഗോത്രങ്ങളും. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 13 മക്കൾ. യാക്കോബിന് 13 മക്കളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മള് 12 ഗോത്രങ്ങളാണ് പഠിക്കുന്നത്. എത്ര ഗോത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12. യാക്കോബിന്റെ മക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13. യാക്കോബ് യേശാവിനെ പേടിച്ച് ഓടിപ്പോയ സ്ഥലം ലാബാന്റെ ഭവനത്തിലേക്കാണ് ഓടിപ്പോയത്. അവിടെ വെച്ചിട്ട് യാക്കോബ് ലേയേനും റാഹേലിനെയും വിവാഹം ചെയ്തു. അവർക്ക് 13 കുട്ടികളുണ്ടായി. ദെൻ യാക്കോബിന്റെ മകളായിരുന്നത് ആരാണ്? ദീന. ആകെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് ദീനയാണ്. ദെൻ യാക്കോബ് തിരിച്ച് മക്കളെ എല്ലാം കൂടെ കൂട്ടി സ്വന്തം ദേശത്തേക്ക് വരുമ്പോൾ ഒരു ദൈവദൂതനുമായി മല്ലിട്ട ഒരു സ്ഥലമുണ്ടല്ലോ, യാബോക്ക് കടവിന്റെ അവിടെ വെച്ചിട്ടാണ് ദേവദൂതനുമായി മല്ലിട്ടത്. അവിടെ വെച്ച് യാക്കോബിന് ഒരു പേര് ലഭിച്ചു. അതാണ് ഇസ്രായേൽ. ഓർമ്മയുണ്ടല്ലോ? എല്ലാവരും ഒപ്പെത്തുന്നില്ലേ? പേരൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. 12 ഗോത്രത്തില് പൗരോഹിത്യ ഗോത്രമായിരുന്നതാണ് ലേവി ഗോത്രം. ഇതില് യേശു ജനിച്ച ഗോത്രം ഏതായിരുന്നു? യഹൂദ. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ? 11ാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതേതായിരുന്നു? അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഒരു ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണമേ. കർത്താവെ, നിന്റെ ശരണത്തിൽ മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. വീണ്ടും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ നീ അവരെ വസിപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ഒരുപോലെ നിലവിളിച്ച് പറയുമാറാകണമേ. അപ്പൊ പ്രാർത്ഥന ഇതങ്ങനെ തന്നെ പഠിക്കുക തന്നെ വേണം. ഓക്കെ. അതായത് നമ്മൾ പോകുന്നത് യൂണിറ്റ് 3ലാണ്. യൂണിറ്റ് 3 നമ്മുടെ ഗീതമാണുള്ളത്. വെളിവ് നിറഞ്ഞോരീശോ. അത് മുഴുവനുമുണ്ട്. എല്ലാ സ്റ്റാൻസിയും നന്നായിട്ട് പഠിക്കണം. ഓക്കെ. ഇത് പറയണ്ടല്ലോ. അതിന്റെ ഓരോ സ്റ്റാൻസിന്റെയും അർത്ഥങ്ങളും കൂടെ കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിപ്പോണം. ഓക്കെ. സ്റ്റാൻസ് അറിയാമെങ്കിൽ നമുക്ക് അർത്ഥം പറയാൻ വളരെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. അങ്ങനെ പറഞ്ഞ് കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വം ഉദിക്കുന്ന നിൽക്കണമവർ പല ഭാഗത്തിൽ. അങ്ങനെ ആ ഗീതം ഫുൾ പഠിക്കണം. കേട്ടല്ലോ? ടീച്ചർ വേഗം പറഞ്ഞു പോണാണ്. നിങ്ങൾക്ക് അതിന്റെ ഒപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് മാമോദീസ തൊട്ടി. അറിയാലോ മാമോദീസ തൊട്ടി? മാമോദീസ തൊട്ടി പഠിക്കുമ്പോൾ ശിശുസ്നാനം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ദേവാലയങ്ങളില് മാമോദീസ തൊട്ടി കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ മാമോദീസ തൊട്ടിയുടെ സ്ഥാനം എവിടെയായിരുന്നു? ഹൈക്കലായുടെ കിഴക്കുവശത്ത് തെക്കേ ഭിത്തിയോട് ചേർന്ന് ആണ് സാധാരണയായിട്ട് മാമോദീസ തൊട്ടിയുടെ സ്ഥാനം. മാമോദീസ തൊട്ടി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാമോദീസ തൊട്ടി കന്യക മറിയാമിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കർത്താവിന്റെ കബറടക്കവും പുനരുദ്ധാനവും പറയുന്നു. മാമോദീസായിൽ കൂടി നമ്മൾ ഓരോ വ്യക്തിയും കർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയായി മാറുന്നു. അപ്പൊ അതുകൊണ്ട് മാമോദീസ തൊട്ടി കന്യാമറിയാമിനെ
പ്രതിനിധാനം ചെയ്യുന്നു. മാമോദീസായിലൂടെ ഒരു വിശ്വാസി കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കാളിയാവുന്നത് കൊണ്ടാണ് എന്താണ് അത് കർത്താവിന്റെ ഖബറിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് സഭയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് എന്താണ് മാമോദീസ തൊട്ടിയാണ്. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ മാമോദീസ മുക്കിയതാരാണ്? ആരാണ്? യോഹന്നാൻ സ്നാപകൻ. ഇവിടെ വെച്ചാണ് യോർദാൻ നദിയിൽ വെച്ച്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മാമോദീസ നടത്തിയത്, അതായത് യോർദാൻ നദിയില് യോഹന്നാൻ സ്നാപകനാൽ യേശു മാമോദീസ ഏറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ആ സന്ദർഭമാണ് ഇവിടെ ഉള്ളത്. അതാണ് കർത്താവിന്റെ മാമോദീസ എന്ന് പറയുന്നത്. തെറ്റരുത് കേട്ടോ. അടുത്ത ചാപ്റ്റർ നമ്മൾ പോകുന്നത് പാഠം 19, വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം. വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങാമെന്ന് നമ്മൾ പഠിച്ചത്. 1 പ്രാർത്ഥനയോടെയുള്ള ഒരുക്കം, 2 ഭക്ഷണ ക്രമീകരണം, 3 ഡ്രസ്സിലുള്ള ശ്രദ്ധ, 4 കയ്യില് നമ്മളൊരു ബാഗ് കരുതണം, 5 എന്തായിരുന്നു മാനസികമായ തയ്യാറെടുപ്പ്. അതിൽ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവര് കുംഭസാരം നടത്തിയിരിക്കണം, അല്ലെങ്കിൽ ഹൂസോയ പ്രാർത്ഥന നടത്തിയിരിക്കണം. അതുപോലെ കുരിശ് വരച്ച് ആമേൻ എന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, പ്രാർത്ഥനയും പാട്ടും വൃത്തിയായിട്ട് നിങ്ങൾ എഴുതുക, എഴുതി പഠിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ഒന്നും എടുക്കുന്നില്ല. ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത്തവണ നമുക്ക് വരുന്ന എക്സാമിൻ്റെ ഒരു പാറ്റേൺ, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞു തരാം. നമുക്ക് ആദ്യമുള്ളത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ആണ്. അതായത് നമുക്ക് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തരും, ക്വസ്റ്റ്യൻസ് തരും, അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഓപ്ഷൻസ്, കറക്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആൻസേഴ്സ് ആണ്. 1 വേർഡിൽ പറയാവുന്ന ആൻസേഴ്സ് ആണ് സെക്കൻഡ് സെറ്റ്. തേർഡ് സെറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഗിവ് 1 വേർഡ് ആൻസേഴ്സ് ഒരു 10 എണ്ണം ഉണ്ടായിരിക്കും. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതും ഒരു 10 എണ്ണം ഉണ്ടായിരിക്കും. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 1 വേർഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതൊന്നും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യാറുള്ളതാണ്. നമുക്ക് അധികം അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതി വെക്കും, എന്തെങ്കിലുമൊക്കെ എഴുതിയെന്നാവട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ നമുക്കിങ്ങനത്തെ 1 വേർഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ ആൻസറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തറവായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ 100% നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോർമൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ സ്കൂളിലേക്ക് ഒരു എക്സാം വരുമ്പം എത്ര ഇമ്പോർട്ടൻറ്റോട് കൂടിയാണോ ആ എക്സാംസിന് അപ്പിയർ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻസ് സൺഡേ ക്ലാസ് എക്സാംസിന് കൊടുക്കുക തന്നെ വേണം. കാരണം നമ്മൾ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കാര്യത്തിനാണ്. കാരണം നമ്മുടെ നോർമൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ദൈവം തന്നെ വിചാരിക്കണം. അപ്പോൾ ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ പുള്ളി കണ്ണടച്ച് കളയും. അപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ യൂഷ്വൽ നമ്മുടെ അക്കാഡമിക്കിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ സൺഡേ ക്ലാസ്സിനും കൊടുക്കണം. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. അപ്പോൾ റിവൈസ് ചെയ്യുന്ന ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ റിവൈസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 4, 5, 6, 12, 15, 18 and 20.
ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ജോസഫ് ആൻഡ് ഹിസ് ബ്രദേഴ്സ്, യൗസേപ്പും അവൻ്റെ സഹോദരങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചു അസൂയ മൂത്ത് ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പിന്നെ കച്ചവടക്കാർ വന്നപ്പോൾ അവനെ കച്ചവടക്കാർക്ക് വിറ്റു. കച്ചവടക്കാർ എന്ത് ചെയ്തു? അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിഫേറിന് വിറ്റു. പൊത്തിഫേറിൻ്റെ അടുത്ത് കുറച്ച് നാൾ നല്ല രീതിയിൽ ജോലി ചെയ്തു. പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ തെറ്റായ ഒരു ആരോപണത്തെ തുടർന്ന് ജോസഫ് ജയിലിലായി. ജോസഫിനെ കാരാഗൃഹത്തിൽ അടച്ചു. അതിനുശേഷം ഫറവോ രാജാവിൻ്റെ സ്വപ്നങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ, അതിൻ്റെ അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ഫറവോ രാജാവ് ജോസഫിനെ എന്ത് ചെയ്തു? ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അതാണ് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യൗസേഫിൻ്റെ മൂത്ത സഹോദരൻ്റെ പേരെന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂബേൻ എന്നാണ് പേര്. കച്ചവടക്കാർ ഈജിപ്തിൽ വെച്ച് യൗസേഫിനെ ആർക്കാണ് വിറ്റത്? പൊത്തിഫേർ എന്ന ഫറവോയുടെ അകമ്പടി നായകനാണ് വിറ്റത്. യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പുത്രൻ, നമുക്കറിയാം യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പുത്രൻ യൗസേഫാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ, അഞ്ചാമത്തെ ചാപ്റ്റർ, യാക്കോബും കുടുംബവും മിസ്രൈമിൽ എത്തുന്നതാണ്. നമുക്കറിയാം ദേശത്തെല്ലാം ക്ഷാമം വന്നു. അപ്പോൾ ഈജിപ്തിൽ മാത്രമേ ധാന്യശേഖരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ യാക്കോബ് തൻ്റെ മക്കളെ പണം കൊടുത്ത് ഈജിപ്തിൽ നിന്ന് ധാന്യം വാങ്ങുന്നതിനായി പറഞ്ഞു വിട്ടു. അപ്പോൾ ജോസഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈജിപ്തിൽ ധാന്യം വിറ്റിരുന്നത്. സഹോദരന്മാരെ കണ്ട് അവരാരാണെന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് തൻ്റെ ഇളയ സഹോദരനായ ബെന്യാമിനെ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അതുവരെ ശിമയോൻ മന്ത്രിമന്ദിരത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് നിർദ്ദേശിക്കുകയും ഉണ്ടായി. തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ യാക്കോബ് വളരെ വേദനിച്ചു. കാരണം ഒരു മകൻ മന്ത്രിമന്ദിരത്തിൽ നിൽക്കുകയാണ്, ഇവിടുന്ന് ബെന്യാമിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു ചെന്ന് ബെന്യാമിനുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ബെന്യാമിനെ കണ്ട ജോസഫ് വികാരനിർഭരനായി താൻ അവരുടെ സഹോദരനാണെന്ന് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ 5-ാം പാഠത്തിൽ കണ്ടത്. പിന്നീട് ജോസഫ് യാക്കോബിനെയും സഹോദരന്മാരെയും ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് അവരോടൊപ്പം അവിടെ ജീവിക്കുന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്, അല്ലേ? എത്ര വയസ്സ് വരെ ജോസഫ് അവിടെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ജീവിച്ചു, യാക്കോബ് എപ്പോഴാണ് മരിച്ചത് എന്നെല്ലാമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പെട്ടെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. യൗസേഫ് പൊട്ടിക്കരഞ്ഞത് എപ്പോൾ? തൻ്റെ ഇളയ സഹോദരനായ ബെന്യാമിനെ കണ്ടപ്പോഴാണ് യൗസേഫ് പൊട്ടിക്കരഞ്ഞത്. കൊട്ടാരത്തിൽ നിർത്തിയിട്ട് പോയ സഹോദരൻ്റെ പേരെന്ത്? സഹോദരന്മാർ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് പോയത് ശിമയോനെയാണ്. യൗസേഫ് എത്ര വയസ്സ് വരെ ജീവിച്ചു? 102 വയസ്സ് വരെ തൻ്റെ മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം യൗസേഫ് സന്തോഷത്തോടെ ജീവിച്ചു. ഇനി നമ്മൾ 6th ചാപ്റ്ററാണ് പഠിക്കുന്നത്. പഴയ നിയമകാലം മുതൽ തന്നെ ഒരു രക്ഷകന്റെ വരവിനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു, അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ, ദേവാലയത്തിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ദേവാലയത്തിൽ കൊണ്ടുപോകുമല്ലോ മാമോദീസയ്ക്കായിട്ട്, അല്ലേ? നമ്മൾ ചെറുതായിരുന്നപ്പോൾ മാമോദീസയ്ക്കായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 8-ാം ദിവസം പരിച്ഛേദന കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം 40 ദിവസം കഴിയുമ്പോൾ യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനായി ജോസഫും മറിയയും ചെന്നു. അവിടെ ചെന്നപ്പോൾ രക്ഷകന്റെ വരവ് കാത്തിരുന്ന 2 പേരുടെ കഥയാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഒന്ന് ശിമയോനാണ്. പരിശുദ്ധാത്മാവ് ശിമയോന് വെളിപ്പെടുത്തിയിരുന്നത് പഠിച്ചു, രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഹന്ന എന്ന പ്രവാചക, 84 വയസ്സുള്ള ഹന്ന എന്ന പ്രവാചകയെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ബലി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയാണ് ജോസഫും മറിയോ അവിടെ ബലി കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലുള്ളത്. അപ്പം ഈ 6th ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വെക്കണം. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഈ വീഡിയോസ് കാണുന്നതിനേക്കാളും നല്ലത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ മതി എക്സാമിന് മുമ്പായിട്ട്, കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നമ്പർ 6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ ദർശിച്ച 2 പേർ ആരെല്ലാമാണ്?
ഹന്ന എന്ന പ്രവാചകയും ശിമയോനുമാണ്. ക്രിസ്തുവിനെ കണ്ട ശേഷമേ മരിക്കുകയുള്ളൂ എന്ന് ആരാണ് ശിമയോനെ അറിയിച്ചിരുന്നത്? പരിശുദ്ധാത്മാവാണ് അറിയിച്ചത്. യേശുവിൻ്റെ മാതാപിതാക്കൾ ബലിയർപ്പിച്ച വസ്തു 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയാണ് ബലിയർപ്പിച്ചത്. മായൽത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മായൽത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം ദേവാലയ പ്രവേശനം എന്നാണ്. ചാപ്റ്റർ നമ്പർ 12 നമ്മൾ പഠിക്കുന്നത് ക്രൂബേന്മാരുടെ സ്തുതിപ്പാണ്. ആരാണ് ഈ ക്രൂബേന്മാർ? ഏദൻ തോട്ടത്തിൽ ജീവന്റെ ഫലവൃക്ഷം സൂക്ഷിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചവരാണെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവം ഏൽപ്പിച്ച മാലാഖമാരാണ് ക്രൂബേന്മാർ. അവർ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഈ ക്രൂബേന്മാരെ കുറിച്ചിട്ട് ഏത് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ബൈബിളിൽ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏദൻ തോട്ടത്തിലെ ജീവന്റെ ഫലവൃക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന് ദൈവം നിയോഗിച്ച മാലാഖമാരാണ് ക്രൂബേ മാലാഖമാർ. ക്രൂബേന്മാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് അറിവ് ലഭിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്കിവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവ് ലഭിക്കുന്നത്. ക്രൂബേന്മാരുടെ സ്തുതിപ്പാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ചാപ്റ്റർ നമ്പർ 15 നമുക്ക് ഉണർവുള്ളവരായിരിക്കാം. നമുക്കറിയാം, ഏവൻഗേലിയോൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിശുദ്ധ കുർബാന ക്രമത്തിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഗീതമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ. അതിൻ്റെ അർത്ഥമാണ് പഠിക്കുന്നത്, യജമാനൻ വരുവാൻ നേരത്ത് എന്ന ഗീതത്തിൻ്റെ. അപ്പോൾ ഏവൻഗേലിയോൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ വിശുദ്ധ വേദ പുസ്തകം എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് ഗുഡ് ന്യൂസ്, സുവിശേഷം എന്നുള്ളത്. അപ്പോൾ ഏവൻഗേലിയോന് ശേഷം പാടുന്ന ഈ പാട്ടിൻ്റെ അർത്ഥം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. തൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാർക്കും തൻ്റെ 2ാമത്തെ ആഗമനത്തിൽ എന്ത് പ്രതിഫലമാണ് കർത്താവ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, യജമാനൻ വരുന്ന സമയത്ത് നല്ലപോലെ ജോലി ചെയ്ത്, അതായത് കർത്താവിൻ്റെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ ജീവിച്ചവർക്ക് പിതാവ് വിരുന്നൊരുക്കും, പന്തിക്കിരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിരുന്നൊരുക്കും. പുത്രൻ അവരെ ശുശ്രൂഷിക്കും. പരിശുദ്ധാത്മാവ് അവരെ കിരീടമണിയിക്കും. ഇതെല്ലാമാണ് ഈ ഗീതത്തിൻ്റെ അർത്ഥം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന 1-2 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. വിശ്വസ്തയോടെ ജീവിക്കുന്നവരെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നാണ് ഈ ഗീതത്തിൽ കാവ്യാത്മകമായി പറയുന്നത്. പരിശുദ്ധാത്മാവ് അവരെ കിരീടമണിയിക്കുമെന്നാണ് പറയുന്നത്. ദൈവം അവരെ പന്തിക്കിരുത്തും, പുത്രൻ അവരെ ശുശ്രൂഷിക്കും, പരിശുദ്ധാത്മാവ് കിരീടമണിയിക്കും. അടുത്തത് ചാപ്റ്റർ നമ്പർ 18, വിശുദ്ധ കുർബാന, ദ ഹോളി യുക്കാരിസ്റ്റ്. നമ്മൾ പഠിച്ചു വിശുദ്ധ കുർബാനയാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധനകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. വിശുദ്ധ കുർബാനയ്ക്ക് ആ പേര് വന്നത് എങ്ങനെയാണ്? ഏത് സുറിയാനി പദത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച പേരുകളെക്കുറിച്ച്, വിശുദ്ധ കുർബാനയുടെ ഇംഗ്ലീഷ് പേരുകളെക്കുറിച്ച് ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്നത് ദ ഹോളി ലിറ്റർജി അല്ലെങ്കിൽ ഹോളി യുക്കാരിസ്റ്റ് എന്നുള്ളതാണെന്ന് പഠിച്ചു. പിന്നെ ഹോളി മാസ് എന്നുള്ളത് ഏത് സഭയിൽ പറയുന്നതാണെന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഈ ഹോളി മാസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ വിവിധ പേരുകൾ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അർത്ഥം ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ആരാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തൻ്റെ അത്താഴനാളിൽ. ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്ന 2 ഇംഗ്ലീഷ് വാക്കുകൾ ഏതെല്ലാം? ദ ഹോളി ലിറ്റർജി, ദ ഹോളി യുക്കാരിസ്റ്റ്. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം കാഴ്ചയർപ്പിക്കുക, ബലിയർപ്പണം എന്നെല്ലാമാണ് കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആരാണ്? അതിൻ്റെ കഥ നമ്മൾ പഠിച്ചു അല്ലേ? അവസാന അത്താഴം എന്ന് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപകൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കേണ്ടത്, ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന, അത് സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യ അവസാന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെ ഈ വിശുദ്ധ കുർബാന എന്നുള്ളത് നമ്മുടെ ജീവിത ദിനചര്യയുടെ ഭാഗമായി മാറണം, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് കർത്താവ് തന്നെ കൽപ്പിച്ചിരിക്കുന്നതും നമ്മൾ പഠിച്ചു.
അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 20, ദ ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വിശുദ്ധ വേദപുസ്തകം, ബൈബിൾ എന്താണെന്നുള്ളത് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈബിൾ എന്താണ് എന്നുള്ളത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ബൈബിൾ എന്താണ്? വാട്ട് ഈസ് ഹോളി ബൈബിൾ? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ഇറ്റ് ഈസ് ദി വേർഡ് ഓഫ് ഗോഡ്. ഇനി ബൈബിളിൽ എത്ര ഭാഗങ്ങളായിട്ടാണ് ബൈബിളിനെ തിരിച്ചിരിക്കുന്നത്? ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, പഴയ നിയമം, പുതിയ നിയമം. ബൈബിളിൽ ടോട്ടൽ എത്ര പുസ്തകങ്ങളുണ്ട്? ഓർത്തഡോക്സ് കാനോൻ അനുസരിച്ച് പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? പക്ഷെ നമുക്ക് ബൈബിൾ സൊസൈറ്റി ഇറക്കുന്ന നമ്മുടെ ഇപ്പോൾ നോർമലി അവൈലബിൾ ആയിട്ടുള്ള ബൈബിളിൽ എത്ര ബുക്കുകളാണുള്ളത്? ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്പേഴ്സ്, ഈ ബൈബിൾ എന്താണെന്നുള്ളത് എല്ലാം നമ്മൾ പഠിക്കണം. ഇനി ഗോസ്പെൽസ്, അതായത് സുവിശേഷം, പുതിയ നിയമത്തിലുള്ളത്. ആരെല്ലാമാണ് സുവിശേഷകർ? അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകം എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിലെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്തു പോയാൽ, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്, പിന്നീട് നമുക്ക് ഓർമ്മ കിട്ടില്ല. നമുക്ക് തോന്നും ഇതെനിക്ക് അറിയാം, ഇത് ഞാൻ നോക്കിക്കോളാം പിന്നെ എന്ന് വിചാരിച്ചാൽ വി വിൽ നോട്ട് ഡു ഇറ്റ്. നമുക്കത് അറിയാൻ പറ്റില്ല, നമുക്ക് ഓർമ്മ കിട്ടില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് പോയാൽ ഇത് റെഫർ ചെയ്താൽ മതിയാവും. അപ്പം എല്ലാവരും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യണം. ഇനി ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? 66 പുസ്തകങ്ങളാണുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമവും പുതിയ നിയമവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പുസ്തകം അത് വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? പഴയ നിയമം എബ്രായ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ. ന്യൂ ടെസ്റ്റ്മെൻറ്റ് എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? സെയിൻറ്റ് പോൾ, വിശുദ്ധ പൗലോസ് ശ്ലീഹായാണ്. ബൈബിൾ എന്താണെന്നുള്ളത്? ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ പഠിച്ചു. ബൈബിൾ നമ്മുടെ ആത്മീയ ആഹാരമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾക്ക് യൂഷ്വൽ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ബൈബിൾ ആവശ്യമായിട്ടുള്ളത്. ബൈബിൾ വായിക്കേണ്ട രീതി, ബൈബിൾ സൂക്ഷിക്കേണ്ട രീതിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ബൈബിൾ സൂക്ഷിക്കേണ്ടത്, ബൈബിൾ വായിക്കേണ്ടത് രീതി, അത് നമ്മൾ പഠിച്ചതാണ്. ഒരു അധ്യായം എങ്ങനെയാണ് എടുക്കുന്നത് എന്നെല്ലാം. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അന്ന് പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങളും സുവിശേഷങ്ങളും വായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി എക്സാമിന് റെഡിയാണ്, സെറ്റായിട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട്. ഈ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. ഇത് ചുമ്മാ ഒന്ന് പോയി എഴുതിയേക്കാം, അല്ലെങ്കിൽ എഴുതണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരോട്, അങ്ങനെ ആരും നിങ്ങളെല്ലാവരും ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരോട് ആരെങ്കിലും ഒരാൾ അങ്ങനെ അറിയാതെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ടീച്ചർ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അക്കാഡമിക്സിന് നമുക്ക് ബുദ്ധി, എഴുതാനുള്ള ഓർമ്മ എല്ലാം നമ്മൾ സീക്ക് ചെയ്യുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ കാര്യം, ദൈവത്തെക്കുറിച്ചുള്ള പഠനം മാറ്റിവെച്ചുകൊണ്ട് അക്കാഡമിക്സിൻ്റെ ബെനിഫിറ്റിനായിട്ട്, നമ്മുടെ നോർമൽ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റിനായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അതിൽ ന്യായമുണ്ടോ? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, പക്ഷെ നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറയുന്നത് ന്യായമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യം ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നോർമൽ അക്കാഡമിക്സിനുള്ള കാര്യങ്ങളും കൂടി പുള്ളിക്കാരനോടൊന്ന് ചോദിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമാണ്. എല്ലാവർക്കും 100% കിട്ടണമെന്നില്ല. നമ്മൾ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? ഒരു കുട്ടി ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ശരിയാകാതെ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. എൻ്റേത് റെഡിയായില്ല, പക്ഷെ എനിക്ക് അതിനുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഈ എക്സാമിൻ്റെ സമയത്ത്. ഈ എക്സാമിനുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും
റെഡി ആവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓഗസ്റ്റ് 30 ഓണത്തിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ പക്ഷെ എവിടെയും യാത്ര പോകുന്നില്ല. നമുക്ക് ഈ ആഘോഷങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി തന്ന ആളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയും ആ ദൈവത്തെ കുറിച്ചിട്ടുള്ള എക്സാമുമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസോടുകൂടി എല്ലാ പാരൻസും എല്ലാ കുട്ടികളും കൺസിഡർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.